എന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹമാണ് എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു കാര്യം. ഞാനും അതുപോലെ ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ പാഞ്ചാലി വസ്ത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വളരെ സക്സസ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ ഒരു ചോദ്യമാണ് ഈ ഒരു സാരീസും ഡ്രസ്സസൊക്കെ എവിടെ നിന്നാണ് മെറിയേറ്റ് ഷോപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അത് ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ മിത്തോട്ടനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം. മിത്തോട്ട കമാൺ. അപ്പൊ ഗൈസ്, മെരീന്റെ സീക്രട്ട് ആണ് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. വലിയൊരു സീക്രട്ട് നമ്മൾ എന്റെ അടുത്ത് കുറെ ആള് ചോദിക്കാണ്ട് ചേച്ചി എങ്ങനെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ചേച്ചീനെ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് പറഞ്ഞു. സീക്രട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഓൺലൈൻ ബിസിനസ്സുകാർക്ക് മാത്രമല്ല, നമ്മളുടെ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റൈൽസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സാധനം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുന്ന. നമ്മൾ വീട്ടിലേക്ക് സാധനം മേടിക്കും, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ പറയുന്ന പോലെ ഇവിടെ ന്യൂ ബോൺ ബേബീസ് മുതൽ നമ്മുടെ എല്ലാവർക്കും വേണ്ട എല്ലാ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പേര് വേഗം പറയൂ. സ്ഥലത്തിന്റെ പേര് നമ്മൾ കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് നമ്മളുടെ മണിയൻ വാസു കോമപ്പാസ് റെഡിമെയ്ഡ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമ്മളും എക്സൈറ്റഡ് ആണ്. അപ്പം മണിയൻ വാസു കോമപ്പാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസ് നമ്മളും ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ പേരെടുത്തു പറയാം. നമുക്ക് ഉള്ളിലേക്ക് പോകാം. 1,00,000 സ്ക്വയർ ഫീറ്റിൽ 35 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള മണിയൻ വാസു കോമപ്പാസ് റെഡിമെയ്ഡ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വലിയൊരു മഹാസമുദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ 1,00,000 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ഹോൾസെയിൽ ഹബ്ബാണ്. ഹബ്ബ് എന്നാണ് പറയാല്ലേ? അപ്പം എന്റെ കണ്ടു ഇങ്ങനെയായി. അത്രക്ക് ഈ സാരി സെക്ഷനിൽ വന്നിട്ട് എന്റെ മോനെ എന്തൊരു വെറൈറ്റി കളക്ഷൻസ് ആണെന്ന് അറിയോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടുകൊണ്ട് നമ്മളൊന്ന് ചുറ്റി കണ്ട് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചു. കാരണം അത്രയും ടയർഡായി. വലിയൊരു പ്ലേസ്, കോഴിക്കോട് ഇത്രയും വലിയൊരു പ്ലേസ് ഉണ്ടായിട്ട് നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ എന്തായാലും കുറെ സാധനം കണ്ടുവച്ചിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സാരീസും റെഡിമെയ്ഡ്സിന്റെ ഒരു വലിയ ശേഖരം. നമ്മളിപ്പോൾ ഉള്ളത് സാരീസിന്റെ സെക്ഷനിലാണ്. അപ്പൊ മെരീനെ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഈവൻ അബ്രോഡ് ആയാലും ഇവിടെ ഒരുപാട് എനിക്കൊന്ന് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്നിട്ട് ആൾക്കാർ സാരീസ് മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആക്ച്വലി നമ്മൾ അറിയാൻ സത്യം പറഞ്ഞാൽ ലേറ്റ് ആയി പോയി. ഇവിടെ നിറച്ചും കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്തൊരു കോർണറിൽ നോക്കിയിട്ട് നമ്മൾ വന്നിട്ടാണ് സ്റ്റാർട്ടിങ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് സാരീന്റെ സെക്ഷൻസ് ആണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാൻ നമുക്ക് ഇവിടെ ഉള്ള ഒരാളിനെ വിളിച്ച് നമുക്ക് ചോദിക്കാം. അപ്പൊ സാരീന്റെ സെക്ഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുന്ന മഷ്റൂഖിനെ നമുക്ക് വിളിക്കാം. മഷ്റൂഖ്, യെസ്. അപ്പം ഇവിടെയുള്ള ഈ സാരി സെക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്? എന്തൊക്കെ കളക്ഷൻസ്, എന്തൊക്കെ വെറൈറ്റീസ്, എന്തൊക്കെ റേഞ്ചസ് റേഞ്ച് വന്നിട്ട് നമുക്കൊരു 165 തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിചിത്ര പ്ലെയിൻ തൊട്ടിട്ട് ഏകദേശം ഒരു 4,000 വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ യൂണിഫോംസ്. യൂണിഫോമിന്റെ സെക്ഷനിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇത് യൂണിഫോം സെക്ഷൻ ആണല്ലേ? അതെ. പക്ഷെ കണ്ടപ്പോ എനിക്കൊരു ബ്രൈഡൽ ഒരു ഏരിയ പോലെ തോന്നില്ലേ? ബ്രൈഡൽ ഉണ്ട്, ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് യൂണിഫോം ആണ്. ഇത് നമുക്ക് വെച്ചാൽ പെട്ടെന്ന് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് 200 പീസ് ഇതാരും വെക്കൂല ഹോൾസെയിൽ. ഹോൾസെയിൽ ഇത്ര ക്വാണ്ടിറ്റി വെക്കുന്ന ആൾക്കാർ കുറവാണ്. മാക്സിമം എല്ലാവരും ഒന്നിൽ 50 പീസ് ഇല്ല 100 പീസ്. നമുക്ക് മാക്സിമം ഒരു 400 പീസെങ്കിലും പെർ കളറിൽ വെക്കണം. ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം എന്നെ അട്രാക്ട് ചെയ്തൊരു കളറാണ് കേട്ടോ ഇത്. ഒരു ഡുവൽ ഷെയ്ഡ് അല്ല, പീക്കോ കളറിൽ വരുന്ന. അത് ഞാൻ ഒരു 5,000 പീസ് വരെ സെയിൽ ചെയ്തിട്ടുണ്ട്. ആണോ? അത് അതുപോലെ തന്നെയാണ് ഇത് പാരറ്റ് ഗ്രീൻ. ഇതൊക്കെ യൂണിഫോമിൽ വരുന്നത്. ഇതിലൊക്കെ യൂണിഫോം അവൈലബിൾ ആണ്. യൂണിഫോം എന്ന് പറയുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റി കിട്ടും. നമുക്കിത് കല്യാണത്തിനും ഫംഗ്ഷനിനും ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഈവൻ വളകാപ്പിന് പറ്റിയൊരു കളർ അല്ലേ ഇത്? ഈ ഒരു കോമ്പിനേഷൻ. ഓണത്തിന്റെ ഒരു വൻ ശേഖരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഒരുപാട് എന്ന് കേട്ടിട്ട് ശരിക്കും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാത്തരം സാരീസും ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. ബൾക്കായിട്ടോ സെറ്റുകളായിട്ടോ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസസുകളുടെ വൻ ശേഖരമാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ കോട്ടണിൽ വരുന്നത്. കോട്ടണിലും കുറേയധികം
കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് കിഡ്സ് സെക്ഷൻ ആണ്. പല വെറൈറ്റിയിലുള്ള കിഡ്സ്, കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. ഫുൾ ഫ്ലോറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ സെക്ഷൻസ് ഉണ്ടെന്ന്. അതിന് മുന്നേ ഒരു കാര്യം കുറച്ച് ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ട്. കാരണം ഹോൾസെയിൽ ആയിട്ട് മാത്രമേ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ. അതായത് ബൾക്ക് ക്വാണ്ടിറ്റീസ് നിങ്ങളുടെ ഷോപ്പിലേക്കും അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് മാത്രമേ അവർ കൊടുക്കുള്ളൂ. പിന്നെ ഇവിടേക്കുള്ള സാമ്പിൾ പീസസ് ആണ്. ഇതൊക്കെ സാമ്പിൾ പീസസ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ ക്വാണ്ടിറ്റീസ് അവരുടെ ഗോഡൗണിൽ നിങ്ങൾക്ക് എത്തിച്ചേരാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്, കുറച്ച് മാത്രമേ വേണമെന്നുണ്ടെങ്കിൽ മിനിമം പർച്ചേസ് ഇവർ പറയുന്നത് 15,000 റുപ്പീസിൻ്റെ പർച്ചേസ് ആണ്. അത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവരുടെ ഓൺ ബ്രാൻഡ് പ്രൊഡക്ഷൻസും ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അതിലൊന്ന് വരുന്ന ഒരു ഇതാണ് പ്രാർത്ഥന പട്ട് പാവാട. ഈ പട്ടുപാവാടയ്ക്ക് ഇവരുടെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്നതാണ്. കാരണം നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ് ഈ പട്ടുപാവാടയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബോയ്സിന്റെ വരുന്നത് ശ്രാവൺ അല്ലേ? ശ്രാവൺ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവരുടെ ഓൺ ബ്രാൻഡാണ്. ഇത് ബോയ്സിനും ജെന്റ്സിനും വേണ്ടിയിട്ടുള്ള ശ്രാവൺ. പർച്ചേസ് തന്നെയാണോ? അതെ, മാഡം അല്ലേ? അതെ, പാഞ്ചാലി മാഡം ആണ്. പക്ഷെ ഇവിടെ നല്ല സാരി കിട്ടും, നിറഞ്ഞിട്ട് വന്നു. സാരി മാത്രമല്ല മാഡം, ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ലൈറയും പിന്നെ പ്രാർത്ഥനയും. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. കിഡ്സ് കുഞ്ഞി 2-3 മാസം ഉള്ള കുട്ടികൾ, 1 മാസമുള്ള കുട്ടികളുടെ മുതൽ ടീനേജ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ പല വെറൈറ്റിയിലുള്ള നമ്മുടെ ബർത്ത്ഡേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കുറേ വെറൈറ്റി. ഇതൊക്കെ ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും തോന്നുന്നു ഒരു പെൺകുട്ടും കൂടി വേണമായിരുന്നു. വെരി പ്രൊജക്റ്റഡ്. ഈ സാരി ഭയങ്കര രസമുണ്ട് കേട്ടോ, ഈ ഫ്രോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിക്കണ്ടേ? സന്ധ്യനെ വിളിക്കാം. സന്ധ്യ വരൂ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? അതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ 400 റേഞ്ച് മുതൽ 1000 വരെയുള്ള പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലൈറ ഉണ്ട്. മറ്റ് 60ഓളം കമ്പനീസിന്റെ ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ എക്കോണമി ഐറ്റംസും ഉണ്ട്, പ്രീമിയം ഐറ്റംസും ഉണ്ട്. ഇപ്പൊ ലൈറ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്? ലൈറയിൽ വരുന്നതാണോ ഇങ്ങനത്തെ? വാവ്, നൈസ്. ഇവരുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന കുഞ്ഞു കുട്ടികളുടെ പാർട്ടി വെയർ ഡ്രസ്സസ് ആണ് കേട്ടോ. കാണാൻ ഭയങ്കര രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്? ബേസിക്കലി നമ്മൾക്ക് ഇതൊക്കെ ബുട്ടീക്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അതേ സ്റ്റൈലുള്ള അല്ലെ, അതേ സ്റ്റൈലുള്ള എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമില് മെയിൻ ആയിട്ട് സാരി ജ്വല്ലറി ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലത്തെ കിഡ്സിൻ്റെത് വളരെ കുറവ് പേജുകൾ മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ് ഐഡിയ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ചേട്ടാ നമുക്ക് തുടങ്ങിയല്ലോ. കിഡ്സ് ഐറ്റംസ്, കിഡ്സ് ബർത്ത്ഡേ ഐറ്റംസ് കാരണം അത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട്. അങ്ങനെ തുഴഞ്ഞ് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. സന്ധ്യയോടൊന്ന് ചോദിക്കാം. ഇനി എല്ലാം ഗേൾസിന്റെ തന്നെ ടോപ്സും ഇതുപോലത്തെ ഫ്രോക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള ഓണം സ്പെഷ്യൽ നർത്തകി. നീ പറയണ്ട, നമുക്ക് സന്ധ്യനോട് ചോദിക്കാം. കുട്ടിക്ക് അറിയില്ല. അത് പ്രാർത്ഥന വേറെ നർത്തകി. സന്ധ്യ, അപ്പം ഈ സെക്ഷൻ എന്താണെന്ന് പറയാം? കിഡ്സിന്റെ ടോപ്പ് സെക്ഷൻ ആണ്. കിഡ്സിന്റെ 14 വയസ്സ് വരെ. 14 വയസ്സ് വരെ. ഇതൊക്കെ വരുന്നത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ സ്വന്തം ബ്രാൻഡ് നർത്തകിയിൽ വന്നിട്ടുള്ളതാണ്. അല്ലാതെയുള്ള വേറെ ബ്രാൻഡുകളും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം ബ്രാൻഡിങ്ങും ഉണ്ട്. ഓരോ കളക്ഷനിലും സ്വന്തം ബ്രാൻഡിങ്ങും ലേബിൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഐഡിയ ആണിത്. അതിന്റെ കൂടാതെ വേറെയും പല ബ്രാൻഡിന്റെ ഐറ്റംസും അവൈലബിൾ ആണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് പക്ഷേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ മൊത്തമുള്ളത്. ഇതിൽ നമ്മൾ ഫുള്ള് കിഡ്സിന്റെ തന്നെ, അതായത് ഗേൾസിന്റെ ഐറ്റത്തിൽ പട്ടുപാവാട പ്രാർത്ഥന, പിന്നെ വേറെ എന്തായിരുന്നു കണ്ടത്? പ്രാർത്ഥന എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിന്റെ അതേ ഒരു സെക്ഷനിലെ വേറെ ഒരു ഏരിയ ആണ്. ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് എക്കോണമി മെറ്റീരിയൽ ആണ്, കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞ, കുറച്ചും കൂടി അഫോർഡബിലിറ്റി കൂടിയ. എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു
സെക്ഷൻ നമുക്ക് ആണ്. ആക്ച്വലി പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് ആണ് കുട്ടികളുടെ ഇത്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം. ആ ഒരു സൈഡിൽ നല്ല രസമുള്ള കളേഴ്സിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഗേൾസിന്റെ സെക്ഷൻ ആണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗേൾസിന്റെ പാർട്ടി വെയർ ഡ്രസ്സസും അല്ലാതെ ഫ്രോക്സ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ലേഡീസിന്റെ സൽവാർ സെക്ഷൻ ആണ്. അത് കോട്ടൺ ആയാലും പാർട്ടി വെയർ ആയാലും എല്ലാ തരം. ഇത്ര നേരം കാണിച്ചത് മുഴുവൻ നമ്മുടെ ഫീമെയിൽസിന്റെ സെക്ഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ മെയിൽസിന്റെ ഒന്നുമില്ല. അപ്പൊ മെയിൽസിന്റെ സെക്ഷനിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ പേരൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് സന്ധ്യനെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. സന്ധ്യ, ഇത് മുഴുവൻ ഒരു ജീൻസിന്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ജീൻസിന്റെ ഒരു ലോകം തന്നെയാണ്. ഇതില് പ്ലെയിൻ ബാഗ് ഉണ്ട്, പോക്കറ്റ് ബാഗ് ഉണ്ട്, കാർഗോ ഉണ്ട്. ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ട് അല്ലെ? പ്ലെയിൻ ബാഗ്, പോക്കറ്റ് ബാഗ്. നമുക്ക് ആദ്യം അറിയുന്ന ബാഗ് ആയിരുന്നു. കൊറിയൻ ബാഗ് ഉണ്ട്, ബൂട്ട് കട്ട് ഉണ്ട്. അങ്ങനെ ജെൻസിന്റെ ബോട്ടം വെയറിലുള്ള എല്ലാ വെറൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഓൺ ബ്രാൻഡ് ഉണ്ടോ? ഇതിൽ ഓൺ ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ഒരു ബ്രാൻഡാണ് ഇത്. ഇതാണ് കോമ്പാക്ട് ഫിറ്റ്. കോമ്പാക്ട്. അടുത്തത് ബുള്ളറ്റ്. ഓ, മെഷീൻ ഗൺ ഉണ്ട്. ബുള്ളറ്റ് ഫിറ്റ്. നെക്സ്റ്റ് ഐറ്റം ആണ് വരുന്നത് സ്മൂത്ത് ഫിറ്റ്. അതെ, ഇത് നമ്മുടെ ഓൺ ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ കുറെ ലേഡീസിന്റെ നമ്മൾ കുറെ ഓൺ ബ്രാൻഡ് പറഞ്ഞിരുന്നു. അതേപോലെ ജെൻസിന്റെയിലും കിഡ്സിന്റെയിലും ഇവർക്ക് ഓൺ ബ്രാൻഡ് ഉണ്ട്. അതാണ് ഈ കോമ്പാക്ട്, ബുള്ളറ്റ്, പിന്നെ സ്മൂത്ത് ഫിറ്റ് അല്ലേ? അങ്ങനെ മില്യോനെ പോലത്തെ മക്കൾക്കൊക്കെ പറ്റിയ ജോഗേഴ്സ് ഉണ്ട്, പിന്നെ ബാഗി ഉണ്ട്, ജീൻസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയത് ലൂസ് ആയിട്ടുള്ള പാൻറ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. കുറെ വെറൈറ്റി അതിലും കൂടെ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് വെറൈറ്റി ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഒരു 6 വെറൈറ്റീസ്. അത് മാത്രമല്ല ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെറൈറ്റീസ് ആണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ബൂർക്ക പാൻസ് എന്ന് പറയുന്നത്. ഞാനും ഏറ്റവും കൂടുതൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ബൂർക്ക പാൻസ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു മണിയം ബാസു കോമപ്പാസിന്റെ ബ്രാൻഡിൽ വരുന്ന തന്നെ ബൂർക്ക പാൻസ് ആണ് കേട്ടോ. ഇത് ബൂർക്ക പാൻസ്. അപ്പം അതിന്റെ ബാഗി ആയിട്ട് വരുന്നതാണ്. ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് വരുന്ന ബാഗി പാൻസ് ആണ് കേട്ടോ. അല്ല, ഷെയ്ഡ് വരുന്നത്. പിന്നെ 10 പോക്കറ്റ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു സാധനമാണ് നമ്മുടെ കാർഗോ പാൻസ്. അതിൽ വരുന്ന 10 പോക്കറ്റ്സ് വരുന്ന കാർഗോ പാൻസ് ആണ്. ചില പിള്ളേർക്കൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണിത്. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ കുറേ അധികം അവിടെ ഉണ്ട്. അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ലേഡീസിന്റെ ബോട്ടം വെയർ സെക്ഷനിലാണ്. പാന്റ് ആയാലും ജഗിൻ ആയാലും സ്കേർട്ട് ആയാലും പിന്നെ ഡെനിമിന്റെ സ്കേർട്ട് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ബോട്ടം വെയർസ് കണ്ടിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് എല്ലാത്തിന്റെ കൂടെയും മാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. സന്ധ്യ തന്നെ അടുത്ത് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിന് മുന്നേ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് എല്ലാ സീസണിലും ഒരുപോലെ ആൾക്കാർ മേടിക്കുന്ന ഒരു, ഇത് ഞാൻ കുഞ്ഞിലുള്ളവരെ ഇടുന്ന ഒരു പാവാടയാണ്. അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി പറഞ്ഞോളൂ. ഇതിൽ തന്നെ ഒട്ടനവധി ബ്രാൻഡ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ വൈഗ ചെയ്യുന്നുണ്ട്, ദക്ഷ ചെയ്യുന്നുണ്ട്, VJK ഡെനിമിലാണെങ്കിൽ VJK ചെയ്യുന്നുണ്ട്. ഇത് വൈഗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്. പാന്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ നമ്മൾ കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ പോലത്തെ പാന്റും ഇതിന് കുഞ്ഞൊരു ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇതെന്താ? ഇത് ജഗിന്. ഓക്കെ, ഇതും നമ്മുടെ VJKയിലുള്ള ജഗിനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് വെയേഴ്സും പിന്നെ ട്രാക്ക് സ്യൂട്ട്സും എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് കമ്മിങ് ടു ദിസ് സെക്ഷൻ, ഇവിടെ ഇന്നേഴ്സും അവൈലബിൾ ആണ്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ചിത്ത പിള്ളമാർക്ക് പറ്റിയ അടിപൊളി ഡ്രസ്സസ് ആണ് കേട്ടോ. നിക്കർ ഉണ്ട്, ഷർട്ട്സ് ഉണ്ട്, ഇതേപോലത്തെ ജാക്കറ്റ്സ് ഉണ്ട്, നമ്മുടെ സൂട്ട്, കംപ്ലീറ്റ് സൂട്ടാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. അതിന്റെ കളേഴ്സ് ഇതൊക്കെ ബോക്സ് പീസ് ആയിട്ടാണ് വരിക. അതിന്റെ സെറ്റ് തന്നെ എടുക്കേണ്ടി വരും. കണ്ടോ, ഇതൊരു സെറ്റിൽ വരുന്ന 3 കളേഴ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ല. അപ്പം ആൺകുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണിച്ച ഐറ്റമൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ഭയങ്കര എക്കോണമി പ്രൈസിൽ വരുന്ന നല്ല അഫോർഡബിലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഭയങ്കര എമൗണ്ട് ഒന്നുമില്ല. നമുക്ക് ഒരു മിഡ് റേഞ്ചിലൊക്കെ വരുന്ന, ഈവൻ അതിനേക്കാളും താഴത്ത് വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഇതിൻ്റെ മുകളിലുള്ളതും ഇവർക്ക് വേറെ ബ്രാൻഡ്സ് ഉണ്ട്, നമുക്കത് കാണാം. ഇവർക്ക് പ്രീമിയം റേഞ്ചിലും കുട്ടികളുടെ ഡ്രസ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്. നേരത്തെ കണ്ട നമ്മൾ കുറച്ച് എക്കോണമി ടൈപ്പാണ്. ഇത് പ്രീമിയം റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ്. ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, നല്ല അടിപൊളി ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ടൈപ്പ് സാധനം. ഇവർക്ക് കിഡ്സിൽ തന്നെ ഇവരുടെ ഓൺ ബ്രാൻഡ് 2 എണ്ണം ഉണ്ട്. ഒന്ന് പൊടിമോൻ, പിന്നെ ഒന്ന് കൂപ്പർ ബോയ്. നമുക്ക് പൊടിമോൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊടിമോൻ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതുണ്ടോ ഈ ബോക്സിലും എൻ്റെ പിറകിൽ കാണുന്നതൊക്കെ അതാണ്. കൂപ്പർ ബോയ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീക്ക് സാധനങ്ങളൊക്കെ വന്ന്
പാൻസും കാര്യങ്ങളും ടീഷർട്ടൊക്കെ നല്ല രസമല്ലേ കാണാൻ. ഇപ്പോൾ ഉള്ളത് ബോയ്സിന്റെ ഷർട്ടിന്റെ ഒരു ഏരിയയിലാണ്. ഷർട്ട്സ് കണ്ടോ നിങ്ങൾ, അത്രക്കും വെറൈറ്റി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയം എത്തൂല, അത്രക്കും വലിയ ലോങ് ആയി പോകും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരാൾക്കും നൽകാനാവാത്ത വിലയിൽ മണിയം ബാസു കോമപാസിന്റെ പ്രൈസ് റേഞ്ചാണ് കേട്ടോ. അത്രക്കും വിലയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന ഷർട്ട്സ് ആണ്. ഇത് മുഴുവൻ ഷർട്ട്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഏരിയ ആണ്. അത്രക്ക് വില കുറവ്. മസ്റ്റ് വിസിറ്റ് ഗൈസ്. ബിസിനസ് ആണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ഡ്രീം എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ബിസിനസ് ഹോൾസെയിൽ ഹബിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നത്. മസ്റ്റ് വിസിറ്റ്. അപ്പം ലേഡീസിൻ്റെ കാണിച്ചു, കിഡ്സിൻ്റെ കാണിച്ചു, സാരി കാണിച്ചു, കുറേ കാണിച്ചു. ഇനിയിപ്പം ജെൻസിൻ്റെതാണ് ഞാൻ കാണിക്കാൻ വന്നത്. ഇതാണ് കൂപ്പർമാൻ. ജെൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ടീഷർട്ട്സ്, കുറേ വെറൈറ്റി ടീഷർട്ട്സ് ഉണ്ട്. അടുത്ത ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൈപ്പ് സ്ട്രൈപ്സ് ഞാൻ ജിമ്മിലൊക്കെ യൂസ് ചെയ്ത് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കാഷ്വൽ ടീഷർട്ട്സ് ഉണ്ട്, എല്ലാം റൗണ്ട് നെക്ക് ആയിട്ടുള്ള ടീഷർട്ട്സ് ഉണ്ട്. ഫുൾ കളർഫുൾ സാധനം കേട്ടോ. നൈസ് കപ്പിൾ ടീഷർട്ട് കേട്ടോ. ഇത് ക്രോപ്പ് പോലെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കിങ് അല്ലേ? കിങ്. ഷീസ് ക്വീൻ. നമ്മൾ ടീഷർട്ട് കണ്ടു, കപ്പിൾ ടീഷർട്ട് കണ്ടു. കപ്പിൾ ടീഷർട്ട് ഒക്കെ ചില ആൾക്കാരുടെ വളരെ സ്പെഷ്യൽ ആയിട്ട് സെയിൽ ചെയ്യുന്ന സാധനമാണ് കപ്പിൾ ടീഷർട്ട് ഒക്കെ. കാരണം ഇപ്പോഴത്തെ ട്രെൻഡാണത്. കല്യാണം കഴിഞ്ഞ ഉടനെ സേവ് ദ ഡേറ്റ്, പോസ്റ്റ് വെഡിങ് ഒക്കെ എടുക്കുമ്പോൾ കപ്പിൾ ടീഷർട്ടും ഡ്രസ്സൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ഷർട്ടിന്റെ സെക്ഷനാണ് ഫോർ മെൻ സ്പെഷ്യലി. ഇവർക്ക് ഇതിലും ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. ശ്രാവൺ അതിൽ വരുന്ന കുർത്താസ് ആണ് ഇത്. അത് പോരാണ്ട് വേറെയും ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ബോക്സ് ഷർട്ട്സും ഉണ്ട്, നോർമൽ ബ്രാൻഡ്സും ഉണ്ട്, ഇവരുടെ സിഗ്നേച്ചർ പ്രോഡക്ട്സും ഉണ്ട്. ഷർട്ട്സിന്റെ ഒക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ പിന്നെ നമ്മുടെ വീഡിയോ 1 മണിക്കൂറും 2 മണിക്കൂറിൽ തീരില്ല ഗൈസ്. ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വേണ്ട A to Z സാധനങ്ങൾ ഇവിടെയുണ്ട്. അതായത് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് മാത്രമേ ഇവർ കൊടുക്കുള്ളൂ. ന്യൂ ബോൺസ് മുതൽ ലേഡീസ്, കിഡ്സ്, പിന്നെ ജെൻസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അതായത് 1 lakh സ്ക്വയർ ഫീറ്റിലാണ് ഇത് മൊത്തം ഉള്ളത്. ഇപ്പൊ നമ്മൾ ഒരു 1 lakh സ്ക്വയർ ഫീറ്റിലെ ഷോറൂം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതിന് മുന്നേ ഉണ്ടാവും. അതും നമ്മൾ ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റീസ്, ഭയങ്കരമായിട്ടുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇന്നും തീരില്ല, നാളെയും തീരില്ല. അത്രയധികം വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി തളർന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയൊരു ഷോറൂം ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മൾ പറയുന്നതിന്റെ ഡീറ്റെയിലിനേക്കാളും കുറെ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം, അരുൺ ബ്രോ. അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ലെവലിൽ കവർ ചെയ്തിട്ടുണ്ട്. കുറെ ബ്രാൻഡ്സ് ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്, കുറെ പ്രൊഡക്ഷൻ നിങ്ങളുടെ കണ്ടു, നിങ്ങളുടെ ക്വാളിറ്റി കണ്ടു, നിങ്ങളുടെ പ്രൈസിങ് കണ്ടു, കുറെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്താണ് ഒരു ഈ ബ്രാൻഡിനെ കുറിച്ച് എന്താണ് ബ്രോക്ക് പറയാനുള്ളത്? ഇവിടെ കോഴിക്കോട് മണിയൻ ബാസു കോമപാസ് ഏകദേശം സ്റ്റാർട്ട് ആയിട്ട് ഇപ്പം ഒരു 35 years എബോ ആയി. 35 കൊല്ലത്തിന്റെ പുറത്തായി. നമ്മൾ ചെറിയൊരു സ്ഥാപനമായിട്ടാണ് നമ്മൾ തുടങ്ങിയുള്ളത്. ഒരു 200 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ 1 lakh സ്ക്വയർ ഫീറ്റിൽ വരെ എത്തി നിന്നത് ഞങ്ങളെ ശരിക്കും ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്, അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മോഡൽസുകൾ അവർ അതത് ടൈമിൽ മാർക്കറ്റിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് നമ്മളൊരു ഭാഗ്യം കൂടിയാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു, മെറീനെ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ മെറിയൊന്നും ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സ് ആണ്. ഇവരുടേതാണ് 200 സ്ക്വയർ ഫീറ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 35 yearsൽ 1 lakh സ്ക്വയർ ഫീറ്റിലെത്തി ഇത്രയും വലിയൊരു ബ്രാൻഡുമായി മാറി, ഇത്രയും അറിയപ്പെടുന്ന ഫേമസ് ആയ ഒരു ബ്രാൻഡും പ്ലസ് ഇത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള കസ്റ്റമർ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. ഏകദേശം ഒരു 35,000 എബോ കസ്റ്റമർ ബാക്കപ്പ് ഉണ്ട് ശരിക്കും. അത് ശരിക്കും കേരളം മാത്രമല്ല, നമ്മളിപ്പോ ചെയ്യുന്നത് കേരളവും അതുപോലെ തന്നെ കർണാടക, ഏകദേശം ഗോവ വരെയുള്ള ഏരിയ നന്നായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റില് ഒരു എല്ലാ കൺട്രീസും നമുക്ക്
നമുക്കെല്ലാം നമ്മളെ കേരളത്തിലുള്ള പ്രൊഡക്റ്റിന് ശരിക്കും നല്ലൊരു ഡിമാൻഡാണ് അവിടെ. കൂടുതൽ മലയാളീസ് ആണല്ലോ ആ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. അവരൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ ശക്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് താഴത്ത് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവരുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ ഇത്. ഈ ഒരു ഫ്ലോറിൽ നിറച്ചും ഇവിടുന്ന് ഡിസ്പാച്ച് ആകേണ്ട ബോക്സസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 5-6 ഔട്ട്ലെറ്റിൽ തുടങ്ങാനുള്ള അത്രയും പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെ. അത്രയും അതെ ഓരോ ദിവസം ടൈം ആയാലും ഇനി ഓണത്തിന്റെ ദിവസങ്ങളല്ലോ അതത് ദിവസത്തെ ഐറ്റംസ് അതത് ദിവസം നമുക്ക് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കസ്റ്റമർക്ക് ടൈം ഇല്ല. ഇനി ഏകദേശം ഇനി 15 days ഒക്കെ ഉണ്ടാവുള്ളൂ ശരിക്കും ഓണത്തിന്റെ ബിസിനസ് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ ഓണത്തിന്റെ ഹോൾസെയിലിനും മാർക്കറ്റിന് ഓടിച്ചാടി അങ്ങ് ചെന്നൈയിലും പുത്തമ്പള്ളിയിലൊക്കെ ദൂരത്ത് പോയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാളും വെറൈറ്റിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഓണത്തിന്റെ കളക്ഷൻ. ഫ്ലോർ മൊത്തം ഓണം സാരീസും സെറ്റും കൊണ്ടും കളക്ഷൻസും ഒക്കെയാണ്. പിന്നെ ഞാൻ പുളിയിലക്കര ഇല്ല സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ഇല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി ഡെലിവറി വരുന്നുണ്ട്. അത് ശരിക്കും ഓർഡറുകൾ അത്ര പെൻഡിങ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ വരുന്നുള്ളൂ. എന്നാലും ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഒരു കസ്റ്റമറെ ഞങ്ങൾ നിരാശപ്പെടുത്തൂല, കൊടുത്തിരിക്കും. എല്ലാവർക്കും കൊടുത്തിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ ബ്രാൻഡിന്റെ ശരിക്കും നമ്മൾ മുമ്പൊക്കെ ട്രേഡിംഗ് ഐറ്റംസ് മാത്രമായിരുന്നു ഞങ്ങൾ എടുത്തുള്ളത്. ഇപ്പോൾ നമ്മളൊരു 7 വർഷമായിട്ട് നമ്മൾ ഓരോരോ മാനുഫാക്ചറിങ് ഐറ്റംസ് ഇങ്ങനെ ഓരോരോ ഓൺ പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 60-ൽ പുറത്ത് ശരിക്കും ഒരു 65-70 ഉള്ളിലായിട്ടുള്ള ഓൺ മാനുഫാക്ചറിങ് ഐറ്റംസ് ഉണ്ട് നമുക്ക്. എല്ലാ ഐറ്റത്തിലും കുട്ടികളായിട്ടായാലും അതുപോലെ തന്നെ ലേഡീസ് ആയിട്ടായാലും എല്ലാം ഓൾ ആയിട്ട് തരും. നമ്മളിപ്പം വിമൻസി എന്ന് പറഞ്ഞ നമ്മളൊരു ബ്രാൻഡ്, അതുപോലെ നർത്തകി എന്ന് പറഞ്ഞ ബ്രാൻഡ്, വൈക, ദക്ഷ, പിന്നെ ബോയ്സ് ഐറ്റംസിൽ പറയുകയാണെങ്കിൽ കൂപ്പർ ബോയ്, ലിറ്റിൽ ചോണി, കൂപ്പർ മാൻ, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റിലൊരു കസ്റ്റമറിനെ ട്രെൻഡിങ് ആക്കിയ ബ്രാൻഡാണ്. നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഓരോരോ ഐറ്റംസും കാരണം പുറത്ത് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് ഐറ്റംസ് എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് 500-600 വിലയുള്ള ഐറ്റംസ് ഞങ്ങൾക്ക് ഇവിടെ അത് ഓൺ പ്രൊഡക്റ്റ് ആയി വരുന്ന സമയത്ത് ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പകുതി വിലയ്ക്ക് നമുക്കത് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ കണ്ട വേറൊരു കാര്യം, നമ്മള് മലയാളികൾ ഇവിടെ വന്ന് വാങ്ങുന്ന പോലെ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറെ ആളെ കണ്ടു. പുറത്തുനിന്ന് വന്നിട്ട് ഇതേപോലെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് പോയപ്പോ ഞാൻ ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അതെ. അപ്പൊ ഞാൻ അതും കണ്ടു. അപ്പം അതൊക്കെ ഭയങ്കര വലിയ. അപ്പൊ ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണ്? ശരിക്കും നമ്മള് കറക്റ്റ് വർക്കിംഗ് ടൈമിംഗ് 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. 7 മണി അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. പിന്നെ 7 days വർക്കിംഗ് ആണോ? അല്ല, നമ്മള് സീസൺ ടൈമില് ശരിക്കും ഓണം, വിഷു, റംസാൻ അതുപോലത്തെ ഫെസ്റ്റിവൽ ടൈമിൽ നമ്മൾ സൺഡേകൾ ഏകദേശം ഒരു 2 month ഓണം ഇന്നിപ്പോ ഒരു സെപ്റ്റംബർ 5-നാണെങ്കിൽ നമ്മൾ ഈ തവണ ജൂലൈ ഫസ്റ്റ് വീക്ക് മുതലേ നമ്മൾ സൺഡേ ഒക്കെ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഒരു 1 month മൺഡേ ടു സാറ്റർഡേ ഒരു ദിവസമെങ്കിൽ നമുക്ക് ലീവ് കൊടുക്കണം. കാരണം ഫുൾ ടൈം വർക്കിംഗ് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും 24 hours വർക്ക് ഉണ്ടാവും. അതെ. അപ്പൊ ഗൈസ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണം, നമ്മൾ എന്തായാലും നമ്പറും ഡീറ്റെയിലും ഒക്കെ കൊടുക്കും. ഇത് വരുന്നത് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ തന്നെ സെഞ്ചുറി ടവറിലാണ് വരുന്നത്. വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വരും ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ ബോർഡ് കാണാൻ പറ്റും ബ്രാൻഡിന്റെ. അപ്പൊ എല്ലാവരും വരിക. ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള എല്ലാ റീറ്റെയിലേഴ്സിനും പെട്ടെന്ന് ഓടിച്ചാടി വെഡിങ് സീസൺ ഓണം കളക്ഷൻ വേണ്ട ആൾക്കാർ പെട്ടെന്ന് വരിക. അത് കഴിഞ്ഞ ദീപാവലി, ഞങ്ങളൊരു അടുത്തൊരു ഫെസ്റ്റിവലാണ് ദീപാവലി. അതെ, ഫെസ്റ്റിവൽ ഒന്നുകൊണ്ട് നിൽക്കാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതാണ് ബെസ്റ്റ്. നമ്മൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വരെ കോൺടാക്ട് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. നിങ്ങളൊരു മില്യണർ ആവട്ടെ. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ദിസ് ഇസ് മീറ്റ് Miri and Arun Bro signing off. Bye.